ജയിക്കുന്നവർക്ക് എന്തൊക്കെ ലഭിക്കും? വായിച്ച കുറുവാക്യത്തിൽ എഴുതിയിരിക്കുന്നത് വെള്ളയുടുപ്പ് കിട്ടുമെന്ന. വെള്ളയുടുപ്പ് അതാ ധരിപ്പിക്കും. ജയിക്കുന്നവർക്ക് വെള്ളയുടുപ്പ്. വളരെ പരിചിതമായ വാക്യമാണ്. ഞാൻ തൊടുകൈക്ക് ഓർപ്പിച്ച് നിങ്ങൾക്കറിയാം, ജയിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം ജയിച്ചവന്റെ കൂടെ നിൽക്കുക. ജയിച്ചവൻ ആരാണ്? ഒരുവനേ ഉള്ളൂ, യേശു ക്രിസ്തു മാത്രം. അവിടുന്ന് സകലത്തെയും ജയിച്ചവന്. ഇവിടെ വന്ന സകല ആൾക്കാരും ഒന്നല്ലെങ്കിൽ മറ്റൊന്നിൽ പരാജയപ്പെട്ടതാണ്. മേരി ബെനിഞ്ഞ പണ്ട് പാടിയ വരി നമുക്കറിയാം. പടുക്കൾ എന്ന് പേരെടുത്ത പൂർവിക പ്രമാണികൾ മിടുക്കന്മാരൊക്കെ ഒത്തിരി വന്നു. സമർത്ഥനായ സീസറും പ്രശസ്തനായ ഹോമറും സമത്വമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞർ, ഇവരെല്ലാം ഒന്നല്ലെങ്കിൽ മറ്റൊരു വിഷയത്തിൽ പരാജയപ്പെട്ടെന്ന്. സമുദ്രത്തെ നോക്കിയിട്ട് ആക്രോശിച്ചെന്നാ പറയുന്നത്. കരയായിരുന്നെങ്കിൽ വെട്ടിപ്പിടിക്കുമെന്ന്. ആ പുള്ളിക്ക് കണ്ടംപൂച്ചയെ പേടിയായിരുന്നെന്ന്. കണ്ടംപൂച്ചെ പേടി. അതാ ഞാൻ പറഞ്ഞു, ഒന്നല്ലെങ്കിൽ മറ്റൊന്നിനെ എല്ലാവർക്കും ഭയമാ, പലതിലും തോറ്റതാ. പേര് ഞാനിപ്പോൾ പൊതുവെ പറയുന്നില്ല, വായിച്ചിട്ടുള്ളവർക്കറിയാം. പ്രസിദ്ധനായ തത്വചിന്തകനാ. അദ്ദേഹം എഴുതിക്കൊണ്ടിരുന്നപ്പം പുള്ളിക്ക് ഭാര്യയെ ഭയമല്ല, എന്നാലും ഭാര്യയുടെ മുമ്പിൽ പലപ്പോഴും പുള്ളി അങ്ങ് പരാജയപ്പെടുക. നല്ല മനുഷ്യനാ. അപ്പം ഒരിക്കലെ വായിച്ച് ധ്യാനിച്ച് വരുന്നപ്പോൾ ഭാര്യ വെള്ളം കോരി അങ്ങ് ഒഴിച്ചു. ആ പുസ്തകവും എല്ലാം അങ്ങ് നനഞ്ഞു. പുള്ളി എൻ്റെ ഭാഷ പറഞ്ഞാൽ അതിനെയൊക്കെ അതിജീവിച്ച് പുള്ളി പറഞ്ഞു, നല്ലൊരു മഴ പെയ്ത് തീർന്നെന്ന്. പുള്ളി അതിനെ അങ്ങനെയാണ് നേരിട്ടത്. വെള്ളം കോരി അവർ തലയിലൊഴിച്ചും പറഞ്ഞു, നല്ലൊരു മഴ. അവർക്ക് ഇഷ്ടപ്പെട്ടില്ല, ഒരു ഇടി കൊടുക്കും. ആ, മഴയുടെ കൂടി ഇടിയുണ്ടല്ലോ. അതിനെ അതിജീവിച്ചു, പക്ഷെ പരാജയമാണ്. എന്നാൽ ജയിച്ച ഒരുവനേ ഉള്ളൂ, യേശു ക്രിസ്തു മാത്രം. അവിടുത്തെ ജനനം തന്നെ ജയമല്ലേ. അവിടുന്ന് ജനിക്കാതിരിക്കുവാൻ എന്തെല്ലാം തടസ്സങ്ങൾ പിശാച് ഉന്നയിച്ചു. സ്തോത്രം. എങ്കിലും കൃത്യ സമയമായപ്പോൾ അവിടുന്ന് ജനിച്ചു. ഉൽപ്പത്തി പുസ്തകം മുതൽ, എനിക്ക് ഈ മൈക്ക് ഒരു സുഖം വരുന്നില്ല, ഇത് വേറെ ഒരെണ്ണം തരാം. മുഴങ്ങുന്നത് പോലെ തോന്നുന്നു. മോണിറ്റർ എനിക്ക് ഇതിന്റെ ഈ വകുപ്പൊന്നും പറയാൻ അറിയാൻ പറ്റില്ല. ഇങ്ങനെയൊക്കെ പറയാൻ അറിയാം. അപ്പൊ നിങ്ങളത് മോണിറ്റർ എന്നൊക്കെ പറഞ്ഞാൽ തെറ്റും. അപ്പൊ അവര് പറയും. അപ്പൊ ശ്രദ്ധിക്കുക, ഉൽപ്പത്തി പുസ്തകം മുതൽ അവിടുന്ന് ഈ ഭൂമിയിൽ പൂജാതനാകാതിരിക്കാൻ തടസ്സങ്ങൾ പിശാച് ഉന്നയിച്ചു. പക്ഷെ അതിനെ മുഴുവൻ പരാജയപ്പെടുത്തി കൃത്യം സമയത്ത് വചനം ജഡമായി ആ കന്യകയാകുന്ന മറിയത്തിന്റെ ഉദരത്തിൽ ഉരുവായി കാലം അങ്ങോട്ട് തികഞ്ഞപ്പോൾ, സ്തോത്രം എന്ന് പറഞ്ഞാൽ കൃത്യ ടൈമിൽ അവിടുന്ന് തിരുപ്പിറവിയെടുത്ത് ഈ ഭൂമിയിൽ ഭൂജാതന. സ്തോത്രം. കൃത്യത്തിനായിരുന്നു ക്രിസ്തുവിന്റെ തിരുജനനം. അപ്പോൾ എല്ലാത്തെയും ജയിച്ച് അവിടുന്ന് ഇങ്ങോട്ട് വന്നത്. അങ്ങനെ ജയിച്ച് പാപത്തെയും ലോകത്തെയും സകലത്തെയും ജയിച്ച് 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 ഒടുവിൽ അവിടുന്ന് മരണത്തെയും ജയിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ വന്ന ആരും മരണത്തെ ജയിച്ചിട്ടില്ല, ജയിക്കത്തുമില്ല. ജയിച്ച ഒരുവനേ ഉള്ളൂ, യേശു ക്രിസ്തു മാത്രം. അവിടുന്ന് മാത്രമാണ് ജയാളി. അതുകൊണ്ട് ജയിച്ചവനാകുന്ന ക്രിസ്തുവിന്റെ കൂടെ ചേർന്ന് നീ നിന്നാൽ നിനക്കും ജയം നിശ്ചയമാണ്. അതുകൊണ്ടാണ് ഇന്ന് രാത്രി ജയിക്കുന്നവർക്ക് എന്തൊക്കെ ലഭിക്കും. നമ്മൾ ഇന്ന് രാത്രി വായിച്ചത് വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 5-6 വാക്യമാണ്. നിങ്ങൾക്കറിയാം, വേദപുസ്തകം പഠിക്കുന്നവർക്കറിയാം, വെളിപ്പാട് പുസ്തകം ഈ ബൈബിളിലെ ഒടുവിലത്തെ പുസ്തകമാണ്. ഈ വെളിപ്പാട് പുസ്തകമൊക്കെ നന്നായിട്ട് പ്രസംഗിക്കുന്ന പഠിപ്പിക്കുന്ന കർത്താവിൻ്റെ ശ്രേഷ്ഠദാസന്മാരുണ്ട്. ദൈവം അവർക്കെല്ലാം ദീർഘായുസ് കൊടുക്കട്ടെ. അതുകൊണ്ട് ഞാൻ മറ്റു ഭാഗത്തേക്കൊന്നും പോകത്തില്ല. അതൊന്നും പറയാൻ ഞാൻ ആളുമല്ല.
അറിയാവുന്ന കാര്യം പറഞ്ഞാൽ മതി. ഉമ്മ ആവശ്യമില്ലാത്തെല്ലാം പറഞ്ഞേച്ച് ഉടക്കുണ്ടാക്കേണ്ട കാര്യമല്ല. അറിയാവുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് നിങ്ങൾക്ക് ഇതെല്ലാം അറിയാം, അതെനിക്ക് മനസ്സിലാകുന്നുണ്ട്. പിന്നെ എനിക്കറിയാവുന്ന ചില കാര്യം പറയുക, നിങ്ങൾക്ക് അറിയാവുന്നതാണെങ്കിൽ നിങ്ങളും ശാന്തമായിട്ടിരുന്ന പുള്ളി നമുക്കറിയാവുന്ന കാര്യമൊക്കെയാണ് പറഞ്ഞത്, ഉടക്കുണ്ടാക്കരുത്. അപ്പൊ ശ്രദ്ധിക്കുക, വേദപുസ്തകത്തിലെ ഒടുവിലത്തെ പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. നമുക്കറിയാം ആദ്യത്തെ പുസ്തകം ഉൽപ്പത്തി പുസ്തകം, ഒടുവിലത്തെ പുസ്തകം വെളിപ്പാട് പുസ്തകം. അങ്ങനെ മൊത്തം എത്ര പുസ്തകം? 66 പുസ്തകമുണ്ട്. ഈ 66 പുസ്തകവും തെറ്റുകൂടാതെ ഓർഡറിലെ ഉൽപ്പത്തി പുസ്തകം, പുറപ്പാട് പുസ്തകം, ലേവ്യ പുസ്തകം, സംഖ്യാ പുസ്തകം, ഇങ്ങനെ ക്രമത്തിൽ പറയാൻ, മലാക്കി വെളിപ്പാട് വരെ പറയാൻ, തെറ്റാതെ പറയാൻ അറിയാവുന്നവര് വളരെ ചുരുക്കമാണ്. ഞാൻ പറയിപ്പിക്കത്തൊന്നുമില്ല. ചില സഭകളിൽ സെക്രട്ടറി ഉണ്ട്, പുസ്തകക്രമം പറയാൻ പറഞ്ഞാൽ കോഴയും. സെക്രട്ടറിയാ, പക്ഷേ ബേബി നീ 2 പേനായും ബുക്കുമായിട്ട് വെറുതെ നടക്കുക. നീ അതുകൊണ്ട് ഈ കൺവെൻഷൻ തീരുന്നതിന് മുന്നെങ്കിലും പുസ്തകക്രമം പുള്ളിയാണ് സെക്രട്ടറി, മറ്റേ പുള്ളി പ്രസിഡന്റ്. അയാൾക്ക് നഹും വരുമ്പോൾ തപ്പല. ആള് കളിച്ച് നടക്കുന്ന കണ്ടാ ഓർക്കും പുള്ളി. നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ പുസ്തകക്രമം, പാട്ടുകാർക്കല്ല. അല്ല, നമ്മുടെ പുസ്തകത്തിന്റെ കാര്യമല്ലേ പറയുന്നത്. സുബിനെ അല്ല, ഞാൻ കുറ്റമായിട്ട് പറയല്ല, തെറ്റിദ്ധരിക്കത്. ചില ഇടങ്ങളിൽ സുവിശേഷ വേലക്കാർക്ക് പോലും തിട്ടമില്ല. ഞങ്ങൾ പറയിപ്പിക്കും, പക്ഷെ ഞങ്ങൾ അങ്ങനെ കയറി. ഇത്ര മഹനീയമായ ശ്രേഷ്ഠമേറിയ ഒരു പുസ്തകം ഉലകത്തിൽ ഉണ്ടായിട്ടില്ല, ഉണ്ടാകത്തുമില്ല. എന്നെ കേൾക്കുന്ന ഈ അടിമാലിയിൽ ഉള്ള ദൈവമക്കളോടും ദൂരത്തിരുന്ന് കേൾക്കുന്നവരോടും ഞാൻ കൂടെ പറയുക, ഇത് കയ്യിൽ വന്നത് തന്നെ ഒരു ഭാഗ്യമാണ്. ഇതെടുത്തത് തന്നെ ഒരു മഹാഭാഗ്യമാണ്. ഇത് വായിക്കുകയും ധ്യാനിക്കുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും കേൾക്കുകയും ചെയ്യുന്നത് ഭയങ്കര ഭാഗ്യമാണ്. പിന്നെ ഈ പുസ്തകത്തിലെ വാക്യം ഇത് പ്രമാണിക്കുകയാണ്, പിന്നെ ഭാഗ്യത്തിന്റെ അയ്യര് കളിയാണ്. ചെല്ലുന്നിടത്തല്ല ചില പറഞ്ഞ ഞങ്ങൾക്ക് അത്രയും ഭാഗ്യം വേണ്ടെന്ന്. സ്തോത്രം. ഇതുപോലൊരു പുസ്തകം, ഇത് മാറോട് ചേർത്ത് പിടിക്കാൻ പറ്റുന്ന പുസ്തകം. എവിടെയും കൊണ്ടുപോയി ഈ പുസ്തകമായിട്ട് എവിടെ വേണേലും ഈ പുസ്തകം കൊണ്ട്. ഇപ്പം ചില ഉപദേശന്മാർ യോഗത്തിന് പോലും പുസ്തകം കൊണ്ടുവരികയല്ല, വെറുതെ വെടിക്കെട്ടുകാരൻ വരുമ്പോൾ ഇഞ്ഞ് വരിക. നിങ്ങളുടെ കയ്യിരിക്കുന്ന വേദപുസ്തകം എല്ലാം ഒന്ന് പൊക്കിക്കേ. ഇത്രയും പേര് കൊണ്ടുവന്നല്ലോ. എന്തിയാ സുഖന്റെ വേദപുസ്തകം? ബാഗിനകത്ത് നിന്ന് എടുക്കണ്ടേ ഇനിയിപ്പോൾ അല്ലേ? പിന്നെ ഇതെല്ലാം കൂടെ മൊത്തം കുഴയും. നമ്മുടെ വേദപുസ്തകം വേദപുസ്തകമില്ലേ? എന്നാ ഇത് പൊക്കിക്കോ. സ്തോത്രം. ബാഗിനകത്താണ്, അതിനെ അവിടെ ഇരിക്കട്ടെ. സ്തോത്രം. ഈ പുസ്തകം ലഭിച്ചത് വലിയ മഹാഭാഗ്യമാണ്. ഞാൻ ഒരു ഹൈന്ദവ പശ്ചാത്തലത്തിലാണ് ജനിച്ചത്. സാക്ഷ്യമെല്ലാം വിവരിക്കുന്നില്ല. അമ്പലത്തിൽ നിന്ന് വരുമ്പോഴാ രക്ഷിക്കപ്പെടുന്നത്, യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നു. അന്ന് എൻ്റെ നെറ്റി കളവക്കുറിയുണ്ട്, 1 അല്ല 4 എണ്ണമുണ്ട്. ശരീരത്തും എല്ലാം ഉണ്ട്. ഒരൊറ്റമുണ്ട് ഉടുത്തിട്ടുണ്ട്, ഇതുപോലെ 2ാം മുണ്ട് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അത് ഞങ്ങളുടെ നാട്ടിൽ എൻ്റെ പ്രായമുള്ളവർക്കും പഴയ ആൾക്കാർക്കും അറിയാം, ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും അറിയത്തില്ല. ഇവിടെ എല്ലാം കളവക്കുറിയുണ്ട്, പ്രസാദവും കയ്യിലിരിപ്പുണ്ട്. വൈകിട്ട് അമ്പലത്തിൽ ദീപാരാധന കഴിഞ്ഞ് ഞാൻ ആ ക്ഷേത്രത്തിനകത്ത് ശ്രീകോവിലിന് തൊട്ട് താഴെ നിന്ന സാധാരണ മിക്കപ്പോഴും നമസ്കരിക്കുന്നു. ഞങ്ങൾ 2-3 പേരാ ചിലപ്പോൾ അതിനകത്ത് കയറുന്നത്.
ശ്രീകോവിലിനകത്തല്ല, അതിന് താഴെ. അതൊന്ന് നമ്മുടെ വിശ്വനാഥച്ചാൻ്റെ അപ്പൻ്റെ പേര് ഞാൻ മറന്നുപോയി, 71 അവിടുത്തെ അപ്പച്ചൻ, പിന്നെ ഞാൻ, പിന്നെ എൻ്റെ വല്യപ്പച്ചനുണ്ട് കണ്ടത്തിൽ ഗോപാലൻ, അതിനകത്ത് കയറി നിന്ന മിക്കപ്പോഴും. അപ്പം കളഭക്കുറിയുണ്ട്, ഇതുപോലൊരു 2-ാം മുണ്ട് ഇട്ടിട്ടുണ്ട്. അതിങ്ങനല്ല, വേറെ രീതിയിലാണ്. അങ്ങനെ ദീപാരാധന കഴിഞ്ഞ് വൃശ്ചിക മാസമാണ്, കെട്ടുമുറുക്കുന്ന സമയം. ചിലര് കെട്ടുമുറുക്കി മലയ്ക്ക് പോയി. അതിനുശേഷമായിട്ട് മുറ്റത്ത് നാമജപമുണ്ട്. അപ്പം ഞാനും കൂടി ഇരുന്ന് നാമം ജപിക്കും. അതിനുശേഷമായിട്ട് നാമജപം കഴിഞ്ഞ് പ്രസാദം തരും, അത് കഴിച്ചു. ഈ അവലും മലരും ശർക്കരയും പഴവും എല്ലാം കൂടെ ഒന്ന് ഞെരടും. അത് പൂജയ്ക്ക് വെച്ചതാ. അത് ഒടുവിലൊന്ന് അതും കൂടെ ഒക്കെ ഉന്നം വെച്ചായി നിൽക്കുന്നത്. ആരവിടെ നിന്ന് വർത്താനം പറഞ്ഞത്? അമ്മയും കഴിച്ചായിരുന്നോ? ഞാൻ നേരത്തെ കഴിച്ചോ? ഇനിയും കഴിക്കുമെന്നോ? അപ്പൊ ഇതെല്ലാം പ്രസാദമെല്ലാം വാങ്ങി ഞാൻ വീട്ടിലേക്ക് വരുന്ന സന്ദർഭത്തിൽ, അന്ന് വിവരിക്കുന്നില്ല, സുഖമില്ലാതെ പ്രയാസപ്പെട്ട സമയമാണ്. ടൈഫോയിഡ് എല്ലാം കൂടി ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ട്രീറ്റ്മെൻറ്റായി, വേറെ അസ്വസ്ഥതകൾ പലതുണ്ട്. ചികിത്സകളെല്ലാം ചെയ്തെങ്കിലും ഭേദം വരുന്നില്ല. ഈ സന്ദർഭത്തിലാണ് ഈ സംഭവം. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക്, എൻ്റെ കയ്യിൽ പ്രസാദമുണ്ട്, വീട്ടിലോട്ട് കൊണ്ടുപോകാൻ. അതുമായിട്ട് ഞാൻ ഇങ്ങനെ വരുമ്പോഴാണ് ഇതുപോലെ ഒരു വീടിൻ്റെ മുറ്റത്തൊരു യോഗം. ദൂരെ നിന്ന് വീക്ഷിച്ചു. ഹൃദയത്തിലൊരു ചിന്ത, ഇവർ പ്രാർത്ഥിച്ചാൽ ചിലപ്പോൾ ദൈവം എന്നെ സൗഖ്യമാക്കും. ദൂരെ മാറി നിന്ന് ശ്രദ്ധിച്ചു. എങ്കിലും അസുഖത്തിന്റെ കാഠിന്യവും മാനസിക ബുദ്ധിമുട്ട് അലട്ടിയത് കൊണ്ട് ഒരു പയ്യനോട് പറഞ്ഞു. അവൻ ചെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മുൻപോട്ട് ചെന്നു. അന്ന് രാത്രി അവിടെ കൂടിയിരുന്ന ദൈവദാസന്മാർ പലരുണ്ടായിരുന്നു. അതിൽ വിശേഷമായിട്ട് മൺമറഞ്ഞു പോയി തകഴി തങ്കച്ചായൻ. അവരെല്ലാം കൂടെ ചേർന്ന് ഒന്നിച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവദാസന്മാർ ചിലര് എൻ്റെ ശിരസിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. അന്ന് രാത്രി യേശു എന്നെ സൗഖ്യമാക്കി. സ്തോത്രം. എൻ്റെ ആ മരണഭീതി, അന്നേരം ഉണ്ടായിരുന്ന മരണഭീതി എല്ലാം വലിയ സമാധാനമുണ്ടായി. അതെങ്ങനെയാണെന്നൊന്നും പറഞ്ഞ് എനിക്ക് വർണ്ണിക്കാനൊന്നും അറിയത്തില്ല, അനുഭവിച്ചുകൊണ്ടിരിക്കുക. നമ്മളെ TPM-കാർ പാടുന്നൊരു പഴയ പാട്ടുണ്ട്, നല്ല പാട്ടാണ്. വരി പെട്ടെന്ന് 2 വരിയെ പാടാൻ നേരമുള്ളൂ. മരണത്തിൻ തരുണങ്ങൾ പലതു വന്നതും മരണദൂതനരിയുവാൻ എന്നരികിൽ നിന്നതും. മരണത്തിൻ തരുണങ്ങൾ പലതു വന്നതും മരണദൂതനരിയുവാൻ എന്നരികിൽ നിന്നതും. ഇരുളിലായ ദുരിതമോടെ കരയുന്നതിൽ കണ്ടു വീണ്ടൻ അരുമനാഥനെ. അൻപിതോ യേശുനായക, അൻപിതോ ഏഴയ്ക്കായി നിൻ ജീവനെ. അൻപിതോ യേശുനായക, അൻപിതോ ഏഴയ്ക്കായി നിൻ ജീവനെ. ശ്രദ്ധിക്കുക, അന്ന് രാത്രി യേശു ക്രിസ്തു എന്നെ സൗഖ്യമാക്കി. ഞാൻ അധികം വിവരിക്കുന്നില്ല. ഉദ്ദേശം ഒരു രാത്രി 11:15 കഴിഞ്ഞെന്നാ തോന്നുന്നത്. അന്ന് രാത്രി രക്ഷിക്കപ്പെടുവാൻ ദൈവം ഭാഗ്യം നൽകും. അവിടെ ഇരുന്ന ഉപദേശിമാരാരും എന്നോടൊന്നും പറഞ്ഞില്ല, ഇന്നത് ചെയ്യണം, ഇന്നത് പോലെ ഒന്നും വേണ്ടിയില്ല.
രക്ഷകയുടെ സന്തോഷം അകത്ത് വന്നപ്പോൾ പല കാര്യവും വേണ്ടാന്ന് ഞാൻ അങ്ങ് തീരുമാനിച്ചു. കളവക്കുറി തൂക്കാനൊന്നും തങ്കച്ചായൻ പറഞ്ഞില്ല, ഞാൻ തന്നെ തൂത്തതാണ്. അന്ന് മീശ വെക്കാനായില്ല അല്ലേ, പൊടി 13 വയസ്സ് കഴിഞ്ഞല്ലേ ഉള്ളു. ഞാൻ തന്നെ തീരുമാനിച്ചു വേണ്ട. സ്തോത്രം. പിന്നീട് ഈ വേദപുസ്തകം വായിച്ചപ്പോൾ അനേക കാര്യം ഇത് വായിച്ചപ്പോൾ മനസ്സിലായി. പിന്നീട് സഭയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ദൈവദാസന്മാർ നന്നായിട്ട് ശുശ്രൂഷിച്ചപ്പോൾ അറിയാൻ പാടില്ലാത്ത ഒത്തിരി കാര്യം മനസ്സിലായി. ഇപ്പോഴും ഓരോന്ന് കേൾക്കുമ്പോഴാണ് മനസ്സിലാകുന്നത്. അങ്ങനെ ഈ മാർഗത്തിൽ വന്നത് ഇതാരും നിർബന്ധിച്ചതല്ല, മതം മാറ്റിയതൊന്നുമല്ല. സ്തോത്രം. ഇത് മതം മാറ്റുന്ന പരിപാടി അല്ലല്ലോ. നിന്റെ മനസ്സിനകത്തെ കാടകന്നിടാൻ പറയുന്ന കാര്യങ്ങളാണ്. സ്തോത്രം. അപ്പോൾ എന്നെ വിടുവിച്ച് സൗഖ്യമാക്കി രക്ഷിച്ച യേശു ഇന്ന് രാത്രി സൂക്ഷം നീ സമർപ്പിച്ചാൽ നിന്നെയും വിടുവിക്കും. അതിനൊരു തർക്കവുമില്ല. അവിടുന്ന് രക്ഷിപ്പാൻ വല്ലഭത്വമുള്ളവനാ. അപ്പം അങ്ങനെ ഈ പുസ്തകം കയ്യിലെടുക്കാൻ ദൈവം ഭാഗ്യം നൽകി. ഞാൻ ഇന്നലെ കൺവെൻഷന് പ്രസംഗിച്ചപ്പോൾ ഓർത്തു, ഈ പുസ്തകം എടുത്തതാ അതാണ് ശരിയെങ്കിലും ഓർപ്പിച്ചു. ഏറ്റവും വലിയ ഭാഗ്യം. എൻ്റെ പിതാവിന് കല്ല് ഷാപ്പിലെ ഒരു ചെറിയ ജോലിയായിരുന്നു. യൂണിയനിൽ പെട്ടതാണ്. ചെത്തത്തൊഴിലാളി യൂണിയനിൽ പെട്ട ആളായിരുന്നു എൻ്റെ പിതാവ്. കല്ല് ഷാപ്പിലെ ജോലിയായിരുന്നു. ഞാൻ മിക്കപ്പോഴും തന്നെ ചിന്തിക്കാറുണ്ട്, പഠിക്കാൻ ഞാൻ അത്ര പോരായിരുന്നു. എൻ്റെ മാർക്കൊന്നും ഞാനിപ്പോൾ പൊതുവെ പറയുന്നില്ല. നിങ്ങളുടെതും പറയണ്ട. നിങ്ങൾ മിക്കവാറും നമ്മുടെ മാർക്ക് ചോദിക്കാനായിരിക്കും. അപ്പം അങ്ങനെ എനിക്ക് 2 ആഗ്രഹമായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ആഗ്രഹം പഠിത്തത്തിലൊരു മെച്ചം കിട്ടുക എന്ന് എനിക്കറിയായിരുന്നു. അപ്പം പിന്നീട് എൻ്റെ ആഗ്രഹം അന്നത്തെ രീതി അനുസരിച്ച് അല്ല ഭാഗവതമോ രാമായണമോ ഒക്കെ പഠിച്ച് വായിച്ച് പിന്നെ ക്ഷേത്രങ്ങളിലൊക്കെ വായിക്കാൻ പോകുമല്ലോ, എനിക്കിഷ്ടമാണ്. അല്ലെങ്കിൽ എവിടെയെങ്കിലും പൂജാവിധികൾ പഠിക്കാനായിട്ട് അവസരം വല്ലതും കിട്ടുകയാണെങ്കിൽ അങ്ങനെയൊക്കെയായിരുന്നു ആഗ്രഹം. ഒന്നെങ്കിൽ ആ നിലയിൽ പോകണം. അതല്ലെങ്കിൽ കാരണം എല്ലാവരും ഒന്നും എല്ലായിടത്തും എടുക്കത്തില്ല, എല്ലാവരും ഒന്നും എല്ലായിടത്തും കയറ്റുകയില്ല. മനസ്സിലായില്ല? ഇപ്പം ഇച്ചിരി വ്യത്യാസം വരുന്നുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? നേരത്തെ എല്ലാവരും ഒന്നും എല്ലാ സ്ഥലത്തും എടുക്കത്തുമില്ല, എല്ലാ കാര്യവും എല്ലാവരെയും ഒന്നും പഠിപ്പിക്കത്തുമില്ല, എല്ലായിടത്തും എല്ലാവരെയും ഒന്നും കയറ്റുകയില്ല. ഇപ്പം അതേ പറയാൻ ഒക്കത്തുള്ളൂ. അതെന്നെ അങ്ങനെ പറഞ്ഞെന്ന് വിശദീകരിക്കാവോ എന്ന് ചോദിച്ചാൽ യോഗം കഴിഞ്ഞ് വരുമ്പം വിശദീകരിക്കാം. മനസ്സിലായി കാണും. അപ്പൊ എൻ്റെ ചിന്ത മിക്കവാറും ആ രീതി പഠിക്കാനോ പഠിപ്പിക്കാനോ ചിലപ്പോൾ അനുവദിച്ചെന്ന് വരികയില്ല. അങ്ങനെ എങ്ങാനും തടസ്സം വന്നാൽ ഒന്നെങ്കിൽ അപ്പൻ ക്ഷീണിതനാകുമ്പോൾ, അല്ലെ അപ്പൻ മാറ്റപ്പെടുകയോ, അല്ലെങ്കിൽ അപ്പൻ ജോലി വേണ്ടാന്ന് വെച്ചാൽ സൂക്ഷ എനിക്ക് കിട്ടും. കാരണം യൂണിയൻ തൊഴിലാളി ആയതുകൊണ്ട് അത് മക്കൾക്ക് കിട്ടും. അപ്പം എൻ്റെ അപ്പൻ കള്ള് ഷാപ്പിലെ യൂണിയൻ തൊഴിലാളിയാ, ഈ സപ്ലയർ കള്ളും കപ്പയൊക്കെ എടുത്തു. അപ്പം ഒന്നെങ്കിൽ അതായിരുന്നു ഇഷ്ടം, അത് കിട്ടിയില്ലെങ്കിൽ സൂക്ഷം. പക്ഷെ അത് രണ്ടും ഒത്തില്ല. ഇതാണ് ഒത്തത്. സ്തോത്രം. സ്വർഗസുഖം അണുവള്ളമും അനുഭവമാക്കാൻ, സ്വർഗസുഖം അണുവള്ളമും അനുഭവമാക്കാൻ യോഗ്യതയില്ലഗതിയനി കൽപ്പവുമോർഗിൽ, യോഗ്യതയില്ലഗതിയനി കൽപ്പവുമോർഗിൽ, ഭാഗ്യവശാൽ പാപിയാ ഞാൻ രക്ഷിതനായി, പാപശിക്ഷകൾ പോയി. ഭാഗ്യവശാൽ പാപിയാ ഞാൻ രക്ഷിതനായി, പാപശിക്ഷകൾ പോയി. മകാൽ
ലോകത്തിൻ ശാപം. കരമുയർത്തി ദൈവത്തെ സ്തുതിക്ക്. ഈ മാർഗത്ത് വന്നതാ ഭാഗ്യം. ഞാൻ അങ്ങനെ ആ ഭാഗം അങ്ങ് വിടുക. ദൈവത്തിന് മഹത്വം. ഈ പുസ്തകം വായിക്കുന്നതും ധ്യാനിക്കുന്നതും പ്രസംഗിക്കുന്നതും വിശേഷിച്ച് പ്രമാണിക്കുന്നതും വലിയ ഭാഗ്യമാണ്. പ്രസംഗത്തെക്കാൾ കുറച്ചുകൂടെ എഫക്റ്റ് ഇത് പ്രമാണിക്കുന്നതാണ്. അതാ അത് എല്ലാവരെ കൊണ്ടൊന്നും ചിലപ്പോൾ ഒത്തൊന്ന് പോയിന്റ് ഇട്ടൊക്കെ നമുക്ക് പറയാനറിയാം. പക്ഷെ പോയിന്റ് ഇട്ട് ജീവിക്കുന്ന വലിയ ബുദ്ധിമുട്ടാണ്, ഇല്ലേ? കണ്ണൻ പാസ്റ്റല്ലയോ? ഞാൻ ലൈവ് കേട്ടായിരുന്നു. കണ്ണൻ പാസ് നമ്മുടെ പഴയ ആളാണ്. ഇപ്പം അടിമാലിക്കാരനായി. സ്തോത്രം. ഇവരെല്ലാം നമുക്ക് വേണ്ടപ്പെട്ടത്. സ്തോത്രം. തിയറി നല്ലതാ, പ്രാക്ടിക്കലാ ബുദ്ധിമുട്ട്. സ്നേഹത്തെ പറ്റി പ്രസംഗിക്കാം. അഗാപ്പേ. സ്വന്തം അനിയനോട് മിണ്ടുകയല്ല. നിന്നെ പോലെ വേ പിടിച്ചോ വേറെ കൊണ്ടോടാ. അഗാപ്പേ. സ്വന്തം അനിയനോട് മിണ്ടുകയല്ല. എന്നിട്ട് സബ്ജക്റ്റ് എന്നാ? അഗാപ്പേ. നിനക്കെല്ലാം പേയാ. സ്തോത്രം. ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് കൂട്ടായ്മ, കൊയിനോനിയ. മൂലഭാഷ അങ്ങനെയാണോ? എന്തോ കൊയിനോനിയ. എന്നിട്ട് ഒരു സാധുവായ ഒരുത്തൻ യോഗം വെച്ചാൽ വലിയ പുള്ളിക്കാരും പോകുകയല്ല. നീ ആണോടാ കൊയിനോനിയ? ഉണ്ട് ചോദിക്കും നമ്മുടെ ആളാണോ എന്ന്. ഇവിടെ പിന്നെ എല്ലാവരും കൂടെ ചേർന്നായതുകൊണ്ട് നിങ്ങൾ ബുദ്ധിയുള്ളവരാ. നിങ്ങൾക്കറിയാം ഒറ്റയ്ക്കൊറ്റയും കണ്ടെത്തിയാൽ മിക്കവാറും കൊയിനോനിയ. തിയറി നല്ലതാ, പ്രാക്ടിക്കലാ ബുദ്ധിമുട്ട്. പ്രൈസ് ദി ലോർഡ്. കൊച്ചേ നീ എവിടെ പോ? അവിടെ അങ്ങനെ അടങ്ങിയിരിക്കുക. ഏതാ നീ പിന്നെ ഇങ്ങോട്ട് എഴുന്നള്ളരുത് കേട്ടോ. അവിടെ അങ്ങനെ ഇരുന്നോണം. അപ്പൊ ശ്രദ്ധിച്ചേ, തിയറി നല്ലതാ, ജീവിതത്തിൽ പകർത്തുന്ന ആ ബുദ്ധിമുട്ട്. ഞാൻ പറയാറുണ്ട്, ജീവിതം കൊണ്ട് തെളിയിക്കണം നീ ദൈവ പൈതലാണെന്ന്, ഒരു ശുശ്രൂഷകനാണെന്ന്. എന്റെ ഭാഷ പറഞ്ഞാൽ ജീവിതം കൊണ്ട് തെളിയിക്കണം നീ പെന്തിക്കോസാന്ന്. സ്തോത്രം, സ്തോത്രം. വലിയ ബാനർ കെട്ടിയേച്ചേ. ഞാൻ കുറ്റം പറയൽ, തെറ്റിദ്ധരിക്കരുത്, എന്നെ ക്ഷമിക്കണേ. ഇരുമ്പുപാലം വരെ റാലി നടത്തിയത് കൊണ്ട് നല്ലതാ. റാലിക്ക് എല്ലാവരും വരണേ. സ്തോത്രം. ജീവിതം കൊണ്ട് തെളിയിക്കണം ഐക്യതയുണ്ടെന്ന്. സ്തോത്രം. അത് ഞാൻ അധികം വിവരിക്കുന്നില്ല, വിടുക. ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കിയായി പറയുന്നത്. ദൈവത്തിന് മഹത്വം. ഇത് വായിക്കാനും എടുക്കാനും പറയാനും പ്രസംഗിക്കാനും വിശേഷിച്ച് പ്രമാണിക്കാനും ഇടയാകുന്നത് ആ ഭാഗ്യം. അങ്ങനെ ശ്രേഷ്ഠമേറിയ ഈ 66 പുസ്തകം, 66 ഉള്ളേ. ചില ആൾക്കാര് കുറച്ചുകൂടി ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് അതാരാന്ന് പറയണ്ട, അവരെ കാണുമ്പോൾ അറിയാം കൂടുതൽ ചേർത്തൻ്റെ. 66 കൂടുതലുള്ളത് കൊണ്ട് അവരെവിടെയെങ്കിലും ചെല്ലുമ്പം വണ്ടി നിർത്തുമ്പോഴേ അത് 66 കൂടിയത് കൊണ്ടാണ്. 66 കൂടുന്നത് കൊണ്ടാണ് വെള്ളിയാഴ്ച പല സ്ഥലത്തും പൊത്തോന്ന് വീഴുന്നത്. 66 അധികം ഞാൻ പറയുന്നില്ല, മനസ്സിലാകാൻ വേണ്ടി ഒന്ന് പറയുന്നേ ഉള്ളൂ.
വെറുതെ എന്തിനാ ആലോക്യം ഉണ്ടാക്കുന്നേ? ഇതുപോലൊരു പുസ്തകം വേറെ ഇല്ല. സ്തോത്രം. അതെ, ഈ പുസ്തകത്തിലെ ആദ്യ പുസ്തകം നമുക്കറിയാം ഉൽപ്പത്തി പുസ്തകം, ഒടുവിലത്തെ പുസ്തകം വെളിപ്പാട് പുസ്തകം. ഇതിന്റെ താരതമ്യ പഠനം വളരെ ശ്രേഷ്ഠമാണ്, ആ ഭാഗത്തേക്ക് പോകുന്നില്ല. അങ്ങനെ ഒടുവിലത്തെ പുസ്തകമാകുന്ന വെളിപ്പാട് പുസ്തകം 22 അധ്യായങ്ങൾ. ഞാൻ മിക്കപ്പോഴും പ്രസംഗിക്കുമ്പോൾ ഓടിച്ച് ഒന്ന് അപഗ്രഥിച്ച് പറയുമ്പോൾ ദൈവദാസന്മാർക്കൊക്കെ അറിയാം, ഓരോ അധ്യായവും പെട്ടെന്ന് പഠിക്കാൻ മനസ്സിലാക്കാൻ ഓരോ വിഷയങ്ങളായിട്ട് വിഭജിച്ച് നമ്മൾ പഠിക്കാറുണ്ട്. അപ്പൊ എളുപ്പമുണ്ട് പഠിക്കാൻ. ഇനി ഈ അധ്യായം അങ്ങോട്ട് വിഭജിക്കുമ്പോൾ ഇത് ദൈവം പറഞ്ഞ ഒന്നുമല്ല, നമ്മളത് പഠിച്ചപ്പം അല്ല, ദൈവം പറഞ്ഞിട്ടില്ല 1-ാം അധ്യായത്തിൽ ഇന്നത് ആവശ്യം, 2-ാം അധ്യായത്തിൽ അത് ദൈവം പറഞ്ഞതൊന്നുമല്ല. അത് നമ്മളെല്ലാം കൂടി ഇരുന്ന് നമ്മുടെ എളിയ ബുദ്ധിക്കനുസരിച്ച് വലിയ പ്രശ്നമില്ലാത്ത രീതിയിൽ ഒപ്പിച്ചതാണ്. അല്ലാതെ വെളിപ്പാട് 11-ലെ വിഷയം ഇന്നതാണ്, അത് ദൈവം ഒന്നും പറഞ്ഞിട്ടില്ല. നമുക്കൊന്ന് മനസ്സിലാക്കാനും പഠിക്കാനും. അപ്പൊ അങ്ങനെ പഠിക്കുമ്പോൾ 1-ാം അധ്യായം തേജസ്കരിക്കപ്പെട്ട യേശു ക്രിസ്തു, 2-3 അധ്യായം 7 സഭയ്ക്കുള്ള ദൂത്, 4-ാം അധ്യായം സഭ സ്വർഗത്തിൽ. അന്നേരം പോകുന്നില്ലെന്ന് ആരാണ്ട് പറയുന്നുണ്ട്, അവര് പോകണ്ട. 5-ാം അധ്യായത്തിൽ വീണ്ടെടുപ്പിന്റെ ഗാനം, ഏത് പറഞ്ഞാൽ ഈ ഭൂമിയുടെ വീണ്ടെടുപ്പ്. 6-ാം അധ്യായത്തിൽ 7 മുദ്രയിൽ 6 മുദ്ര പൊട്ടിക്കുന്നു. മൊത്തം 7 മുദ്ര ആണ്. ഈ വെളിപ്പാട് പുസ്തകത്തിന്റെ ഒരു വിശേഷത 7കളുടെ പുസ്തകമാണ്. ധാരാളം 7 എന്നുള്ള കണക്ക് ഈ വെളിപ്പാട് പുസ്തകത്തിൽ ധാരാളം 7കൾ. 7 സഭ, 7 നക്ഷത്രം, 7 നിലവിളക്ക്, 7 ദൂതന്മാര്, 7 ആത്മാക്കള്, 7 കണ്ണ്, 7 തല, 7 മല, 7 മുടി, 7 രാജമുടി. ഇങ്ങനെ 7കളുടെ ഒരു നല്ല പട്ടിക ഈ പുസ്തകത്തിലുണ്ട്. അപ്പോൾ വേദപുസ്തകം പഠിക്കുന്നവര് ഇത് കൊടുത്തിരിക്കുന്ന വേറൊരു പേര് 7കളുടെ പുസ്തകം. അപ്പൊ അങ്ങനെ പഠിക്കുമ്പോൾ 2-3 അധ്യായത്തിൽ 7 സഭ, എപ്പസോസ്, സ്മുർന, പെർഗമോസ്, തുയതീര, സർദീസ്, ഫിലദൽഫിയ, ലവോദിക്ക, 7 സഭ. ആ 7 സഭയ്ക്കുള്ള ദൂതാണ് 2-3 അധ്യായം. 4-ാം അധ്യായത്തിൽ സഭ സ്വർഗത്തിൽ, 5-ാം അധ്യായം വീണ്ടെടുപ്പിന്റെ ഗാനം, 6-ാം അധ്യായത്തിൽ 7 മുദ്രയിൽ 6 മുദ്ര 6-ാം അധ്യായത്തിൽ പൊട്ടിക്കുന്നു. 7-ാം അധ്യായത്തിൽ മുദ്രിതന്മാരായ 144,000 പേര്. അത് നമ്മുടെ കാര്യമൊന്നുമല്ല, നീ അടന്ന് ചാടരുത്. എട്ടാം അധ്യായം പഠിക്കുമ്പോൾ 7ാമത്തെ മുദ്ര പൊട്ടിക്കുന്നതായിട്ടും തുടർന്നുള്ള സംഭവങ്ങളാണ് 8-ാം അധ്യായത്തിൽ കാണുന്നത്. 9-ാം അധ്യായം നമുക്കറിയാം, യൂഫ്രട്ടീസ് നദീതീരത്ത് ബന്ധിച്ച ദൂതന്മാരെ അഴിച്ചുവിടും. 10-ാം അധ്യായത്തിൽ ഒരു ചെറിയ പുസ്തകം കാണാം, അത് വാങ്ങി ഭക്ഷിക്കുന്നു. 11-ാം അധ്യായം പഠിക്കുമ്പോൾ 2 സാക്ഷികൾ പ്രത്യക്ഷപ്പെടുന്നു. 2 സാക്ഷികൾ. അത് മോശ ഏലിയാവാന്ന് പറയുന്നു. ഏലിയാവും ഖാനോക്കും ഇവരാരുടെയും കാര്യമല്ല അവിടെ പറഞ്ഞേക്കുന്നത്. അതും കണ്ടോണ്ട് കിടന്ന് ചാടരുത്. മോശയല്ല, ഏലിയാവും അല്ല, ഖാനോക്കും അല്ല. അവിടെ ആരുടെയും പേരൊന്നും പറഞ്ഞിട്ടില്ല. വേറെ ഒത്തിരി പറയാത്ത കാര്യം നീ കയറി പറയുന്നത്. എന്നോട് രാത്രി വന്ന് പറഞ്ഞോ മോശ ഏലിയാവാന്ന്. 2 സാക്ഷികളെന്നേ ഉള്ളൂ. അതിൽ ഖാനോക്കല്ലെന്നുള്ളത് പൂർണ്ണ തെളിവാണ്.